ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഉണ്ടല്ലോ സുദർശൻ റെഡ്ഡി, അദ്ദേഹം മുൻപ് സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്നു. പക്ഷെ അതല്ലാതെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ ABC-യിലൊന്നും പറഞ്ഞില്ല അല്ലേ? അതെ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ നമ്മുടെ സിനുവിന് ചില കഥകൾ പറഞ്ഞു കൊടുക്കാൻ പോവാം. ഈ കഥകൾ ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ചില കഥകളുണ്ട്. നമ്മുടെ ഓരോ പ്രേക്ഷകരും അത് അറിഞ്ഞിരിക്കണം. സിനിമ മാത്രം കേട്ടാൽ പോരാ, പ്രേക്ഷകർ കേൾക്കണം. ഞങ്ങളുടെ കൂടെ ഒന്ന് സഞ്ചരിക്കുക. കുറച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാം. കുറച്ച് സ്തോഭജനകമായ, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില കഥകളാണ്. അപ്പം ഞാൻ ആദ്യം അഭയ കേസിനെ കുറിച്ച് പറയാം. കോട്ടയത്തെ പയസ് 10th കോൺവെൻറ്റിലെ കിണറ്റിൽ മരിച്ചു കിടന്ന സിസ്റ്റർ അഭയ. സിസ്റ്റർ അഭയ ക്രൈസ്തവരിലെ ജ്ഞാനായ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട, അതായത് കോട്ടയം ഭാഗത്തൊക്കെ ചിങ്ങവനാണ് ഇവരുടെ ആസ്ഥാനം. ചിങ്ങവനത്ത് ഹെഡ് ക്വാർട്ടേഴ്സായിട്ടുള്ള, കോട്ടയം ഭാഷയിലൊക്കെ ഈ ചാരം കെട്ടികൾ എന്ന് പറയും. അവർ പരിഹാസ്യപരല്ല, അങ്ങനെ വിളിപ്പേരുണ്ട്. അവർ പറയുന്നത് ഈ ക്രൈസ്തവ കാത്തലിക്സിൽ ഏറ്റവും സവർണരാണ് ഈ ജ്ഞാനായ കാത്തലിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു കന്യാസ്ത്രീയായിരുന്നു സിസ്റ്റർ അഭയ. കിണറ്റിൽ മരിച്ചു കിട്ടും. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും സ്തോഭജനകമായ ഒരു കുറ്റാന്വേഷണ കഥയാണ് അഭയ കൊലക്കേസ്. അപ്പോൾ അഭയ കൊലക്കേസിൻ്റെ കൂടെ, അതിൻ്റെ അന്വേഷണത്തിൻ്റെ കൂടെ കുറേ സഞ്ചരിച്ച ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ, ഞാൻ കേരളമോദി പത്രത്തിൻ്റെ ബ്യൂറോ ചീഫും സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ആണ് അവസാനം സിസ്റ്റർ അഭയയുടെ അറസ്റ്റ് വരെ എത്തുന്ന സംഭവങ്ങൾ നടക്കുന്നത്. അത് എൻ്റെ സുഹൃത്ത്, പിന്നീട് മുംബൈ CBIയുടെ സ്പെഷ്യൽ സെല്ലിൻ്റെ SP ആയിരുന്ന നന്ദകുമാർ നായർ, അദ്ദേഹം മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളുടെ ചാർജുള്ള CBIയുടെ സ്പെഷ്യൽ സെല്ലിൻ്റെ SP ആയിരുന്നു. അദ്ദേഹമായിരുന്നു നന്ദകുമാർ നായരായിരുന്നു ഈ കേസ് അന്വേഷിച്ചത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് സ്തോഭജനകമായ വാർത്തകൾ കേരളകൗമുദിയിൽ എൻ്റെ ബൈലൈൻ വെച്ച് വന്നിട്ടുണ്ട്. കേരളകൗമുദിയുടെ ചരിത്രത്തിൽ കേരളകൗമുദിയുടെ സിംഗിൾ കോപ്പി സെയിൽ എന്ന് വെച്ചാൽ ഈ കടകളിലൊക്കെ വിൽക്കുന്ന പത്രമില്ല, ഓരോ സ്ഥിരം വരിക്കാരല്ലാത്ത, അങ്ങനെ സിംഗിൾ കോപ്പി സെയിൽ ഏറ്റവും കൂടിയ കാലമായിരുന്നു അഭയ കേസിൻ്റെ റിപ്പോർട്ടിംഗ് ഞാൻ എക്സ്ക്ലൂസീവായി നടത്തിയ സമയം. അത് ഒരുപാട് പുതിയ വിവരങ്ങൾ കേരളത്തിൽ ആദ്യം പറഞ്ഞത് ഞാനാണ്, റിപ്പോർട്ട് ചെയ്ത് ഞാനാണ്. ഞാൻ എൻ്റെ ഒരു ആത്മകഥ പറയല്ല കേട്ടോ. അതായത് ഈ സിസ്റ്റർ സെഫി എന്ന് പറയുന്ന കന്യാസ്ത്രീ, ഈ കേസിലെ പ്രതി, അവർ ഈ 2 വൈദികരുമായിട്ട്, തോമസ് കോട്ടൂർ, പുതുർക്കയിലച്ഛൻ, ഇങ്ങനെ 2 അച്ഛന്മാരുമായിട്ട് ഇവർക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അത് കണ്ടതിനെ തുടർന്ന് സിസ്റ്റർ അഭയെ കൊന്ന് കിണറ്റിലിട്ടു എന്നാണല്ലോ കേസ്. അതെ. അപ്പോൾ അങ്ങനെ ഇവർ അവിഹിത വീഴ്ച ഉണ്ടായിരുന്ന സെഫി അങ്ങനെയല്ല, സെഫി കന്യകയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പിന്നീട് സെഫിക്ക് കൃത്രിമമായി കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അതെ. ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ഞാനാണ്. കേരളമോദിയിലെ വലിയ വാർത്തയായിരുന്നു ഇത്. കഴിഞ്ഞ ഉടനെ എന്നെ പിറ്റേ ദിവസം കേരളമോദിയുടെ സീനിയർ സർക്കുലേഷൻ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒരു വലിയ കുഴപ്പമുണ്ട്. നമ്മുടെ മാർവിയാനിയസ് കോളേജിൽ നമുക്ക് 19 പത്രം ഉണ്ടായിരുന്നു, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പത്രം. തിരുവനന്തപുരത്ത് കേരളമോദിക്ക് വലിയ പ്രചാരമുള്ള സ്ഥലമാണല്ലോ. ഈ 19 പത്രം അവർ നിർത്തി. കന്യാസ്ത്രീ കൃത്രിമ കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു എന്നുള്ള വാർത്ത. അപ്പോൾ ഇതൊക്കെ അടക്കം ചെയ്യുമ്പോൾ പലരും, എൻ്റെ ചീഫ് ന്യൂസ് എഡിറ്റർ എന്നോട് ചോദിക്കുമായിരുന്നു. ചീഫ് എഡിറ്റർ MS മണി സാറാണ്. ഞാൻ മണി സാറിനോട് പറഞ്ഞിട്ട്, സാറേ എനിക്ക് എക്സ്ക്ലൂസീവായിട്ട് വിവരങ്ങൾ കിട്ടാനുള്ള സോഴ്സ് ഉണ്ട്, ഞാൻ പറയുന്നത് 100 അല്ല 1000% ശരിയായിരിക്കും. അതുകൊണ്ട് സാറിൻ്റെ ഒരു പച്ചക്കുടി വേണം ഇത് കൊടുക്കാൻ. എല്ലാ ദിവസവും പത്രത്തിൻ്റെ ടോപ്പ് ബാറിൽ സൂപ്പർ ലീഡായിട്ടാണ് ഈ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ രാത്രി 9:30 കഴിഞ്ഞിട്ട് ഇത് ഫയൽ ചെയ്യത്തുള്ളൂ. കാരണം 9:30 കഴിയുമ്പോഴേ എനിക്ക് വാർത്ത കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പത്രത്തിൻ്റെ പേജ് സെറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ആ പോർഷൻ സ്പേസ് ഇട്ടിരിക്കും. 9:30 10 മണിയാകുമ്പോഴത്തേക്ക് വാർത്ത ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് പോകും. അപ്പോൾ ആ സമയത്ത് എൻ്റെ സോഴ്സ് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ നീ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് ചീഫ് ന്യൂസ് ഇട്ടോട്ട് പറയുകയും ചെയ്തു. പക്ഷേ CNDക്ക് സംശയം, എന്നാലും വടയാറെ ഇതൊക്കെ ശരിയാണോ, സത്യമാണോ, അടിക്ക് എന്ന് ഞാൻ പറയും. അങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പിന്നീട് CBI എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തിൽ ഇതെല്ലാം വള്ളിപുള്ളി ശരിയാണെന്ന് പറഞ്ഞു. നമ്മൾ എന്തൊക്കെ റിപ്പോർട്ട് ചെയ്തോ അതൊക്കെ CBIയുടെ കുറ്റപത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ എനിക്ക് കിട്ടിയെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അതെൻ്റെ രഹസ്യമാണ്. നമ്മുടെ വാർത്തയുടെ സോഴ്സ് നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ നന്ദകുമാരൻ നായരുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം ഇപ്പോഴും വളരെ, അദ്ദേഹം കേരളത്തിലുണ്ട്, റിട്ടയർ ചെയ്തു. അദ്ദേഹമായിട്ട് വലിയ നല്ല സൗഹൃദം എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ആ സമയത്ത് നന്ദകുമാർ നായർ ഈ കേസിൽ 3 അച്ഛന്മാരെയും കന്യാസ്ത്രീയും പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊന്നും പറയുന്നില്ല. ഇവരിൽ നിന്ന് രഹസ്യങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് ഇവരെ ബ്രെയിൻ മാപ്പിംഗ് അല്ലെങ്കിൽ നാർക്കോ അനാലിസിസിന് വിധേയരാക്കണം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് നാർക്കോ ടെസ്റ്റിലും ബ്രെയിൻ മാപ്പിംഗ് നേരത്തെ നടത്തിയിരുന്നു, വർഗീസ് P. തോമസ് ഉണ്ടായിരുന്നപ്പോഴേ നടത്തിയിരുന്നു. നാർക്കോ ടെസ്റ്റിന് കൊണ്ടുപോയി, നാർക്കോ ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട് കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ്
ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പിന്നീട് ഒരു കേസ് സുപ്രീം കോടതി വന്നു. സുപ്രീം കോടതിയിൽ വന്ന് ഇട്ട് പറഞ്ഞു, ഈ പ്രതികളെ നാർക്കോ ടെസ്റ്റിന് വിധേയരാക്കുന്നത് അവരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാണ്. അതുകൊണ്ട് നാർക്കോ, പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ് തുടങ്ങിയ ടെസ്റ്റുകൾ നടത്താൻ അന്വേഷണ ഏജൻസികൾ പ്രതികളെ കൊണ്ടുപോകുന്ന നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഹർജി സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതി അതങ്ങ് റദ്ദാക്കിയിട്ട് നാർക്കോ അനാലിസിസ് ടെസ്റ്റൊക്കെ മനുഷ്യാവകാശ ലംഘനമാണ്. അവർ പ്രതികളുടെ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന ആളുകളുടെ സമ്മതമില്ലാതെയുള്ള നാർക്കോ ടെസ്റ്റുകളും പോളിഗ്രാഫ് ടെസ്റ്റുകളും ബ്രെയിൻ മാപ്പിങ്ങും കണക്കിലെടുക്കാൻ പാടില്ല എന്ന് മലയാളിയായ ഒരു സുപ്രീം കോടതി ജഡ്ജി ഉത്തരവിട്ടു. അപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? അഭയ കേസിലെ നാർക്കോ ടെസ്റ്റ്, ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ്, പോളിഗ്രാഫ് ടെസ്റ്റ് തെളിവ് മൂല്യത്തിൽ എടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. ഇപ്പോഴും ആ കേസ് ഇങ്ങനെ നീണ്ടു പോയി. എത്ര വർഷം കഴിഞ്ഞു അല്ലേ? ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് എത്രയോ വർഷം കഴിഞ്ഞു, ഇതുവരെ ശിക്ഷ പൂർത്തിയായിട്ടില്ല. കാരണം അത് തകർത്തത് മലയാളിയായ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ വിധിയാണ്. അത് ആർക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും ആവട്ടെ. അതുപോലെ മറ്റൊരു സംഭവം പറയാം. 2011 ഒരു സുപ്രീം കോടതി വിധി, ജൂലൈ 11. അതായത് നമ്മളിപ്പോൾ ഈ നാരായൺപൂർ, ബസ്തർ എന്നൊക്കെ പറയുന്ന സ്ഥലം അറിയാമല്ലോ, ഛത്തീസ്ഗഡിൽ, ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിൽ നക്സൽ ബാധിത പ്രദേശമാണ്. അവിടെ നക്സലൈറ്റുകളുടെ ആക്രമണത്തിൽ നിരന്തരം ആളുകൾ കൊല്ലപ്പെടുകയാണ്. നമ്മുടെ സൈനികർ മാത്രമല്ല, CRPF മാത്രമല്ല, ഗ്രാമീണരെയും കൊല്ലും അവരോട് സഹകരിക്കാത്ത ആളുകളെ. അപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം, അവിടുത്തെ ഗ്രാമീണർക്ക് ഗ്രാമീൺ രക്ഷക് ദൾ ഉണ്ടാക്കി. സാൽവ ജൂഡും എന്നാണ് ഇതിന് പേരിട്ടത്. അന്നൊരു ഗ്രാമീണരിൽ നിന്ന് ക്രെഡിബിലിറ്റിയുള്ള, കൊള്ളാവുന്ന, വിശ്വസ്തരായ ആളുകളെ ട്രെയിൻ ചെയ്തു. അവർക്ക് ആയുധ പരിശീലനം കൊടുത്തു, അവർക്ക് തോക്കുകൾ കൊടുത്തു. ഇപ്പോൾ നാരായൺപൂരിൽ നിന്നാണ് ഇപ്പോൾ കന്യാസ്ത്രീമാർ മറ്റേ മനുഷ്യക്കടത്ത് നടത്തിയെന്ന് പറഞ്ഞ അറസ്റ്റിലായത്. ഇന്ത്യൻ പാരാമിലിറ്ററി അവിടെ കയറിയത് ഇപ്പോഴാണ്. അവിടെ നാരായൺപൂരിൽ ഈ അടുത്തിടയ്ക്കാണ് ബസ് സർവീസ് ആരംഭിച്ചത്. അതുവരെ അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നാരായൺപൂരിലെ ഗ്രാമവാസികളെ തന്നെ ആയുധം കൊടുത്ത് നക്സലൈറ്റുകളെ നേരിടാൻ വേണ്ടിയുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചു. പിന്നെ നാട്ടുകാരിൽ, അതായത് സൽവ ജുഡൂമിൻ്റെ വോളണ്ടിയർമാരും അവർക്ക് നിയമപരമായ അനുവാദം കൊടുത്തു സർക്കാർ, തോക്ക് ഉപയോഗിക്കാനും നക്സലൈറ്റുകളെ വെടിവെക്കാനും. അങ്ങനെ പോലീസും പാരാമിലിറ്ററിയും CRPFും ഗ്രാമീണരും കൂടെ ഒരുമിച്ചിറങ്ങിയപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? നക്സലുകൾക്ക് വലിയ തിരിച്ചടിയായി. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. നന്ദിനി സുന്ദർ എന്ന് പറയുന്ന ദില്ലി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, ഇവർക്ക് ദീർഘകാലം നക്സലൈറ്റ് ബന്ധം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ നന്ദിനി സുന്ദറിനെതിരെ ഒരു കൊലക്കേസിൽ FIR പോലും ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഈ അടുത്തിടയ്ക്ക് ആസാം പോലീസ് രാജ്യദ്രോഹത്തിന് അറസ്റ്റ് ചെയ്ത സിദ്ധാർത്ഥ വരദരാജൻ എന്ന് പറയുന്ന വയറിൻ്റെ എഡിറ്ററുടെ ഭാര്യയാണ്. അപ്പോൾ ബന്ധം മനസ്സിലായല്ലോ. നന്ദിനി സുന്ദർ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. അവിടെ പാവപ്പെട്ട നക്സലൈറ്റുകളെയൊക്കെ സൽവ ജൂഡും എന്ന് പറഞ്ഞിട്ട് തോക്ക് കൊടുത്തിട്ട് സർക്കാർ വെടിവെച്ച് കൊല്ലുന്നു. ആ കേസ് സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി പറഞ്ഞു, എന്ത് മര്യാദകേട്, നക്സലൈറ്റുകളെ കൊല്ലുന്നോ? ഒരു രക്ഷയില്ല, സൽവ ജുഡുമൊന്നും പറ്റത്തില്ല, നിയമവിരുദ്ധം. ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നടപടി നിയമവിരുദ്ധം എന്ന് പറഞ്ഞ് റദ്ദാക്കി. അതോടുകൂടി ഭീകരമായ നക്സലാധിക്യം കൂടി. ഇപ്പോഴാണ് വീണ്ടും നരേന്ദ്രമോദി സർക്കാരിൽ അമിത്ഷാ അടുത്ത വർഷം മാർച്ച് 31 ഡെഡ് ലൈൻ വെച്ച് ചുവപ്പ് ഭീകരത ഇന്ത്യയിൽ അവസാനിപ്പിക്കുന്നു അതിഭീകരമായ നക്സൽ വേട്ട ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്നേ ഈ പറയുന്ന സൽവ ജൂഡും ഉണ്ടായിരുന്നെങ്കിൽ നക്സലൈറ്റുകാരെ നാട്ടുകാരുടെ സഹായത്തോടെ ഉന്മൂലനം ചെയ്യാമായിരുന്നു. എത്ര ജീവനുകൾ ഈ 10-15 വർഷത്തിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി, എത്ര മനുഷ്യർ. അപ്പോൾ ആരെ സഹായിക്കുന്നതായിരുന്നു ആ വിധി? നക്സലൈറ്റുകളെ സഹായിക്കുന്നതായിരുന്നു. നക്സലൈറ്റ് വന്നപ്പോൾ നക്സലൈറ്റ് ന്യൂനമായ ഉത്തരവ് വേണ്ടി. ഇനി മറ്റൊരു കേസ്, നമ്മുടെ ജവാന്മാരുണ്ടല്ലോ, രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന ജവാന്മാർ. ഈ ജവാന്മാർ ഈ ഏറ്റുമുട്ടലിലൊക്കെ കൊല്ലപ്പെടും. കൊല്ലപ്പെടുന്ന ജവാന്മാരുടെ മക്കൾക്ക് ആർമി മെഡിക്കൽ കോളേജ് പരീക്ഷയിൽ ചില ഇളവുകൾ കൊടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. രക്തസാക്ഷിയായ ജവാന്റെ മകനാണെങ്കിൽ ഒരു ഗ്രേസ് മാർക്ക്, ചില ഇളവുകൾ. അതിനെ ഇപ്പോഴത്തെ വലിയ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രശാന്ത് ഭൂഷൺ എന്നൊരുത്തരുണ്ടല്ലോ സുപ്രീം കോടതിയിൽ, ഇയാൾ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. അതായത് രക്തസാക്ഷിയായ രാജ്യത്തിന് വേണ്ടി മരിച്ച ജവാന്മാരുടെ മക്കൾക്ക് മെഡിക്കൽ പ്രവേശനത്തിന് ചില ഇളവുകൾ കൊടുത്തതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്ന്, ഇതെന്ത് മര്യാദകേട്,
ജവാന്മാരൊക്കെ ആയിരിക്കും ശരിയാ, പണിയെടുത്തതിന് ശമ്പളം കിട്ടിയിട്ടുണ്ട്, ഒരു കൺസെഷനും വേണ്ട. ജവാന്റെ ജോലി അധ്യാപകൻ്റെ ജോലി പോലെ, സുപ്രീം കോടതി ജഡ്ജിയുടെ പോലെയാണോ, ന്യായാധിപൻ്റെ പോലെയാണോ, വക്കീലിൻ്റെ പോലെയാണോ? ജീവൻ നഷ്ടപ്പെടും എന്നുറപ്പുള്ള ജോലിയല്ല ഒരു ന്യായാധിപനും ഒരു വക്കീലും ഒരു ഡോക്ടറും ഒരു അധ്യാപകനും മറ്റ് എല്ലാ തൊഴിൽ മേഖലയുള്ളവർ ചെയ്യുന്നത്. മറ്റത് ജീവൻ ബലികൾ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ആക്സിഡൻറ്റിൽ പലരും മരിക്കാറുണ്ട്. ഇപ്പോൾ KSEBക്കാർ കറണ്ടടിച്ച് മരിക്കുന്നില്ലേ? പക്ഷെ എല്ലാ KSEBക്കാരും മരിക്കുന്നില്ല, സംഭവിക്കുന്നത്. പക്ഷേ പട്ടാളത്തിൽ ചേരുന്ന എല്ലാവർക്കും മരിക്കാനുള്ള സാധ്യത ഉറപ്പാണ്, അല്ലേ? അതെ. അങ്ങനെ രക്തസാക്ഷികളായ ജവാന്മാരോട് ഒരു പരിഗണനയും കൊടുക്കേണ്ട, അവരും ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞ് ഒരു സുപ്രീം കോടതി വന്നു. ഇനി നമ്മുടെ പോട്ട മുരിങ്ങൂരിലേക്ക് വരണം. നമ്മുടെ ഡിവൈൻ ഇപ്പം ധർമ്മസ്ഥലയൊക്കെ പറയുന്നുണ്ടോ, മുരിങ്ങൂരിൽ 974 പേർ കൊല്ലപ്പെട്ടു. വലിയ അന്വേഷണം നടന്നു. എറണാകുളം റേഞ്ച് DIG ആയിരുന്നു, അന്ന് DIG ആണ്, എറണാകുളം റേഞ്ച് IG ഉണ്ടായിട്ടില്ല. DIG ആയിരുന്ന വിൻസൻ M. പോളിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വന്നു. 974 പേര് ദുരൂഹ സാഹചര്യത്തിൽ മുരിങ്ങൂരിലെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ കൊല്ലപ്പെട്ടു എന്ന് അന്വേഷണം വരുന്നതിന് കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായിരുന്ന ഒരു സ്ത്രീ പിന്നീട് മാറാട് അന്വേഷണ കമ്മീഷനായിരുന്ന തോമസ് P. ജോസഫിനൊരു കത്തയക്കുന്നു. ജില്ലാ ജഡ്ജിക്ക്, ഞാൻ ഗർഭിണിയാണ്, എന്നെ മുരിങ്ങൂർ പോട്ട ധ്യാന കേന്ദ്രത്തിലെ ഒരു വൈദികൻ പീഡിപ്പിച്ചാണ് ഞാൻ ഗർഭിണിയായത്. അത് ഞാൻ പരാതിപ്പെട്ടപ്പോൾ എന്നെ ഒരു മോഷണ കേസിൽപ്പെടുത്തി സെൻട്രൽ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഈ കത്ത് കിട്ടി, കത്ത് കോടതിയിലെത്തി. പിന്നീട് തോമസ് P. ജോസഫ് ഹൈക്കോടതി ജഡ്ജിയായി. ഹൈക്കോടതി ആ കത്ത് പോലീസിന് അയച്ചു കൊടുത്തു. പരാതി വന്നു, അന്വേഷണം തുടങ്ങി. അതേ സമയത്ത് തന്നെ മറ്റു ചില പരാതിക്കാർ മുരിങ്ങൂരിൽ കൊരട്ടിയാണെന്ന് തോന്നുന്നു, പോലീസിൽ ഒരു പരാതി കൊടുത്തു. അതിൻ്റെ ഒരു FIR ഉണ്ടായിരുന്നു. ഈ അന്വേഷണം തുടങ്ങി കഴിഞ്ഞപ്പോൾ വിൻസൻ M. പോൾ സത്യസന്ധനായ ഓഫീസറാണ്. അദ്ദേഹം സംഘവും അവിടെ കയറി അന്വേഷണം നടത്തി. അന്വേഷണ റിപ്പോർട്ടിൽ 974 പേരും മരിച്ചു എന്നുള്ള ഉറപ്പാക്കി. മരിച്ചതിൽ ഭൂരിപക്ഷം പേരും ചെറുപ്പക്കാരാണ്, കാര്യമായ രോഗമില്ലാത്തവർ. പലർക്കും ആരോപണങ്ങൾ ഉയർന്നത് ഈ മരിച്ച ആളുകളുടെ കിഡ്നി ഉൾപ്പെടെയുള്ള അവയവങ്ങൾ എടുത്തു മാറ്റി. പലരും സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ഇവിടെ കൊണ്ട് തട്ടിയിട്ട് അങ്ങനെയുള്ളൊരു കൊല്ലപ്പെട്ടു. എല്ലാ ദുരൂഹ മരണങ്ങൾ ഒന്നും രണ്ടും അല്ല, ധർമ്മസ്ഥലയെ പറയുന്ന പോലെയല്ല. 974 പേർ ഇവിടെ തൊട്ടടുത്ത് എറണാകുളത്ത് നിന്ന്, നമ്മൾ ഇരിക്കുന്ന എറണാകുളത്ത് ഒരു 30 കിലോമീറ്റർ പോകണ്ട പോട്ടയിലേക്ക്. മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ 974 പേർ ഇങ്ങനെ മരിച്ചുവെന്ന് വിൻസൻ M. പോൾ കണ്ടെത്തി. സംസ്ഥാന പോലീസിൽ പിന്നീട് DGP ആയ ആൾ അവസാനം മുരിങ്ങൂർ പോട്ട ആശ്രമം സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. കോടതി ക്ഷോഭ കൊണ്ട് പറഞ്ഞു, എന്തൊരു മര്യാദകേട്! ഒരു ക്രൈസ്തവ ആരാധനാ കേന്ദ്രത്തിനെതിരെ നിങ്ങൾ അന്വേഷണം നടത്തുന്ന ആരാണ് നീ? വിൻസൻ M. പോൾ, നിർത്തന്വേഷണം എന്ന് പറഞ്ഞ അന്വേഷണം ആരോപിച്ചു. പിന്നീട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം മുരിങ്ങൂർ പോയി താണു വീണ് വണങ്ങി. ഒന്നും നടന്നില്ല. പിന്നീട് അപ്പോഴത്തേക്ക് ഒരന്വേഷണവും പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആ കൊരട്ടി സ്റ്റേഷനിലുള്ള ഒരു കേസ് ഈ വിധി ബാധകമല്ലാത്ത ഒരു കേസായിരുന്നു. നേരിട്ടൊരു പരാതിക്കാരി കൊടുത്തതാണ്. മറ്റത് കത്ത് വന്നതാണ്, സ്വമേധയാ എടുത്ത കേസാണ്. നേരിട്ട് കൊടുത്ത് FIR ഇട്ട കേസിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് അഭയ കേസിൽ ഒരു കള്ളൻ, ഒരു അടയ്ക്കാക്കള്ളൻ, അടയ്ക്കാമണിയൻ എന്ന ഒറ്റട അയാളാണ് ഈ അഭയയെ കൊല്ലുന്നത് കണ്ടു എന്ന് പറയുന്ന ഒരു സാക്ഷി CBI കൊണ്ടുവന്നത്. രാത്രി അതിന് അയാൾ ഇങ്ങനെ തെളിവ് കൊടുത്തു എന്ന് പറയുന്നത് ഒരു കളർകോട് വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വിസിൽ ബ്ലോവറാണ്. ഇയാൾ കേസ് കൊടുത്ത് കൊരട്ടിയിലൊരു കേസുണ്ട്, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി പറഞ്ഞ് സുപ്രീം കോടതി വിധിക്ക് ബാധകമല്ല, ഇത് വേറെ കേസാണ്, അതുകൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു. മുരിങ്ങൂർ ധ്യാന കേന്ദ്രം വീണ്ടും സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി എന്ത് ചെയ്യുന്നറിയോ? ഉടൻ കളർകോട് വേണുഗോപാലിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ആരും അറിയുന്ന അന്വേഷിക്കാൻ മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞിട്ട് ആ അന്വേഷണം റദ്ദാക്കി. അതായത് അതിനുശേഷം ഞാൻ ആദ്യം അഭയ കേസിൽ പറഞ്ഞില്ലേ, അഭയ കേസിൽ പോളിഗ്രാഫ് പരിശോധന, ബ്രെയിൻ മാപ്പിംഗ് അടക്കമുള്ള പരിശോധനകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ സമ്മതം കൂടാതെ നടത്തപ്പെടരുത് എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസി മുഴുവൻ തകർന്നുപോയി. കാരണം ഒരാളെ കിട്ടി അവൻ്റെ അവൻ മിണ്ടുന്നില്ല എന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യണം? അവനെ ഈ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ അവലംബിച്ചാലേ പിന്നീട് അന്വേഷണം മുന്നോട്ട് പോകുള്ളൂ. നമ്മുടെ IB, NIA ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഒരു കേസിലെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി അഭയ കേസിലെ പ്രതികളെ രക്ഷിക്കാനെന്ന് പലരും ആക്ഷേപം ഉന്നയിച്ച ആ വിധി കാരണമായി നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കൊന്നും. ഇപ്പോൾ ഞാനൊരു കേസിൽ പ്രതിയായി എന്നെ ബ്രെയിൻ മാപ്പിങ്ങോ അല്ലെങ്കിൽ പോളിഗ്രാഫോ ആണെങ്കിൽ ഞാൻ സമ്മതിക്കണം, എന്നെ പോളിഗ്രാഫ് ചെയ്തോ എന്ന് പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ.
അത്തരം ഒരു നിസ്സഹായാവസ്ഥ രാജ്യത്തെ കുറ്റാന്വേഷണ ഏജൻസികൾക്ക് ഉണ്ടാക്കിയത് അഭയ കേസുമായി നേരിട്ട് ബന്ധമൊന്നുമില്ല. ഈ വന്ന മലയാളി ജഡ്ജിയുടെ വിധിയാണെങ്കിൽ അതിനുശേഷം ഇത്തരം കത്തുകളൊക്കെ കിട്ടി അതേ തുടർന്ന് അന്വേഷണം നടത്തുന്ന കേസുകൾക്കെല്ലാം തടയിട്ടു. മുരിങ്ങൂർ കേസിലെ സുപ്രീം കോടതിയുടെ വിധി, ഇനി ഞാൻ പേര് പറയാം, ഈ വിധികളൊക്കെ പുറപ്പെടുവിച്ച പട്ടാളക്കാർക്കെതിരെ, നക്സൽ വേട്ടയ്ക്കെതിരെ, മുരിങ്ങൂറിനെതിരെയൊക്കെ വിധികൾ പ്രഖ്യാപിച്ച സുപ്രീം കോടതി ജഡ്ജിയുടെ പേരാണ് എസ് സുദർശൻ റെഡ്ഡി. ഇത് മുമ്പ് പറഞ്ഞ നമ്മുടെ പേര് തന്നെയാണല്ലോ, ഇന്ത്യ മുന്നണിക്കാർ മുന്നോട്ട് വെച്ച പേര്. അതെ, ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. ഇനി മറ്റൊന്നുകൂടെ പറയാം. ഇദ്ദേഹത്തിൻ്റെ സുദർശൻ റെഡ്ഡി എന്ന് കേട്ടിട്ട് നിങ്ങൾ കോൾമയിർ കൊള്ളണ്ട. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. നിങ്ങൾ ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ജഗനെ കേട്ടിട്ടില്ലേ? ക്രിസ്ത്യാനിയാണ്. ജഗന്നാഥൻ. അതിനു മുമ്പോട്ടുള്ള റെഡ്ഡി കേട്ടിട്ടില്ലേ? ക്രിസ്ത്യാനിയാണ്. ജഗൻ അതിവേഗം ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ സുദർശൻ റെഡ്ഡി എന്നുള്ള സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഇന്ത്യ മുന്നണി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ സഭയുണ്ട്, ഇല്ലേ? ഉണ്ട്. നക്സലൈറ്റുകളുണ്ട്. പട്ടാളക്കാർക്ക് പോലും നീതി കൊടുക്കണ്ട എന്ന് പറയുന്ന രാജ്യവിരുദ്ധതയുണ്ട്. ഇതാണ് സുദർശൻ ഷെട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പിന്നിലെ കഥ. ഇത് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ പറയില്ല. ഇന്ത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥി എന്ന് പറയും. പിന്നെ വേറെ കാര്യമുണ്ടല്ലോ, മുമ്പ് റിട്ടയർ ചെയ്ത ജഡ്ജിമാർ BJP ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആഹാ, അങ്ങനെയാണല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് ഈ ജഡ്ജി പറഞ്ഞ വിധിയൊക്കെ ആർക്കനുകൂലമായിരുന്നു? BJPക്ക് അനുകൂലം. അപ്പോൾ സുദർശൻ റെഡ്ഡി എന്ന് പറയുന്ന കുപ്രസിദ്ധമായ ഈ വിധികൾ പ്രഖ്യാപിച്ച ആൾ ആർക്കു വേണ്ടിയായിരുന്നു സാർ ഇതിനു മുമ്പ് വിധികൾ പറഞ്ഞിരുന്നത്? കോൺഗ്രസിന് അനുകൂലമാണ് പറയേണ്ടി വരില്ലേ? അതെ. അപ്പോൾ സുദർശൻ റെഡ്ഡി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായതിൻ്റെ പിന്നിലെ കഥകളാണ് കുറച്ച് സമയമെടുത്ത് പറഞ്ഞത്. ഇത് നമ്മളല്ലാതെ വേറെ ആരും പറയാൻ സാധ്യതയില്ല. അതെ. നമ്മളിത് പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പ് ഇതിനകം പലരും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഇന്ത്യയെ ഞെട്ടിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല എന്ന് പറയുന്നത് ഭോപ്പാൽ വിഷവാതക ദുരന്തമാണ്. ഭോപ്പാലിൽ ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 84-ലോ 85-ലോ ഒക്കെ ആണെന്ന് ഈ വർഷം നോക്കണം, ഞാൻ പെട്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ ക്രോസ് ചെക്ക് ചെയ്തില്ല. 80-കളിൽ നടന്ന ഭോപ്പാൽ വിഷവാതക ദുരന്തം, അതായത് യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനി, അമേരിക്കൻ കമ്പനിയാണ്. അവരാണ് ഈ എവറഡി ബാറ്ററിയൊക്കെ യൂണിയൻ കാർബൈഡിൻ്റെയാണ്. അപ്പോൾ ഈ യൂണിയൻ കാർബൈഡ് കമ്പനി ഒരു ദിവസം രാത്രി യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ നിന്ന് വിഷവാതകം പുറത്തു വന്നു. ഭോപ്പാൽ നഗരത്തിൽ പ്രാന്തപ്രദേശങ്ങളിൽ ഉറങ്ങിക്കിടന്ന 16,000 പേർ ശ്വാസം മുട്ടി മരിച്ചു. 1-2 16,000 പേർ. ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, കേരളത്തിൽ ഒരു വലിയ കാമ്പയിൻ നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ബോയ്ക്കോട്ട് എവറഡി, യൂണിയൻ കാർബൈഡ് കൊലയാളി, അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ വലിയ കാമ്പയിനൊക്കെ നടന്നു. ഈ കാമ്പയിനിൽ അമേരിക്കൻ കമ്പനിയാണ്. അതിൽ കേസ് വന്നു. കുറേ കാലം കേസൊക്കെ നടത്തിയിട്ട് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഉത്തരവിട്ടപ്പോൾ അത് നഷ്ടപരിഹാര തുക പോരാ എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി വന്നു. അത് മാത്രമല്ല, ഇതിനകത്ത് മനഃപൂർവ്വം നടത്തിയ കൊലപാതകമാണ്, ഈ കേസിൽ CBI അന്വേഷണം വേണം എന്നും ആവശ്യപ്പെടുന്ന ഹർജിയാണ് സുപ്രീം കോടതിയിൽ വന്നത്. നഷ്ടപരിഹാരം കൂട്ടണം, CBIയുടെ അന്വേഷണം വേണം. അന്ന് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷം വളരെ ദുർബലമായ കാലം, കോൺഗ്രസിൻ്റെ പ്രതാപകാലമാണ്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു 16,000 പേരൊക്കെ മരിച്ചു, നഷ്ടപരിഹാരം ഇതൊക്കെ മതി, ഇനി CBI അന്വേഷണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ആരാണെന്നറിയോ? ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി ആയിരുന്നു ആ ബെഞ്ചിലുണ്ടായിരുന്നു. 16,000 ഇന്ത്യക്കാരുടെ ജീവൻ പോയ കഥ തീർന്നില്ല. കഥ ആ കേസിൽ യൂണിയൻ കാർബൈഡിൻ്റെ ഇന്ത്യയിലെ മേധാവിയായിരുന്നു വാറൻ ആൻഡേഴ്സൺ. വാറൻ ആൻഡേഴ്സൺ ഇന്ത്യ വിട്ടു പോകരുതെന്ന് ഉത്തരവുണ്ടായിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു, വാറൻ ആൻഡേഴ്സൺ വേണം പൊക്കോട്ടെ, വിചാരണ സമയമാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. വാറൻ ആൻഡേഴ്സൺ അങ്ങനെ പോയി. വാറൻ ആൻഡേഴ്സൺ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. കേന്ദ്രം പറഞ്ഞു, കേന്ദ്രം അങ്ങനെ എന്നാൽ പിന്നെ പൊക്കോട്ടെ എന്ന് സുപ്രീം കോടതിക്കും ഒന്നും തോന്നിയില്ല. അതിന് വേറെ കഥയുണ്ട്. അമേരിക്കയിലെ ജയിലിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഉറ്റ സുഹൃത്തായ ഒരാൾ ജയിലിൽ തടവിലുണ്ടായിരുന്നു. അതിന് അയാളെ വിട്ടുകിട്ടാൻ വേണ്ടി ഇവിടെ പരസ്പരം ഉണ്ടാക്കിയ കരാറായിരുന്നു വാറൻ ആൻഡേഴ്സനെ അങ്ങോട്ട് കൊടുത്താൽ രാജീവ് ഗാന്ധിയുടെ സുഹൃത്തിനെ വിട്ടുകൊടുക്കാമെന്നുള്ളത്. 16,000 ഇന്ത്യക്കാരുടെ ജീവൻ ഇപ്പുറത്ത് തട്ടിക്കളഞ്ഞിട്ട് വാറൻ ആൻഡേഴ്സനെ വിട്ടുകൊടുത്ത് തൻ്റെ എന്തിലെയൊക്കെ പങ്കാളിയായിരുന്ന ആളുകളെ കോൺഗ്രസിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അല്ലെങ്കിൽ നേതാക്കന്മാർ, പ്രധാനപ്പെട്ട നേതാവ് രാജീവ് ഗാന്ധി,
പകരം വാങ്ങിച്ചു എന്നൊരു കഥ കൂടിയുണ്ട്. പക്ഷേ അതിനൊക്കെ അരുനിന്ന വിധി വന്നത് സുപ്രീം കോടതിയിലാണ്. ഇതാണ് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ നമുക്ക് ലഭ്യമാകുന്ന അവദാനങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.